നമസ്കാരം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തിൽ ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ ഭാഗം, ഏപ്രിൽ മാസം 2023 ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കൂ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ്, ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമാക്കിയ ആദ്യത്തെ രാജ്യം ഏത്? ചോദ്യം കേട്ടോ. ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമാക്കിയ ആദ്യത്തെ രാജ്യം ഏത്? പഠിച്ചോളൂ. ദാറ്റ് ഈസ് USA. അമേരിക്കയിൽ അത് സംഭവിച്ചു സുഹൃത്തുക്കളെ. എന്ത് സംഭവിച്ചു? ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ രാജ്യം, അത് വിജയകരമാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഏത്? അമേരിക്ക. ആദ്യത്തെ പോയിന്റ് ആയിട്ട് പഠിക്കുക. അടുത്തത്, ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച ഒരു പ്രശസ്തനായ വ്യക്തിയാണ് കാരേക്കുടി മണി. കാരേക്കുടി മണി. അപ്പൊ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? കാരേക്കുടി മണി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അവിടെ നിങ്ങൾ പഠിച്ചോണം, കാരേക്കുടി മണി എന്ന് പറയുന്ന അദ്ദേഹം മൃദംഗ വിദ്വാനാണ്. കാരേക്കുടി മണി അദ്ദേഹം മൃദംഗ വിദ്വാനാണ് എന്ന പോയിന്റ് പഠിച്ചിരിക്കുക. ശരി, അടുത്ത പോയിന്റിലേക്ക് വരാം. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ എവിടെയാണ്? ഇന്ത്യയിലാണ് അത് കേട്ടോ. അത് സൂററ്റിലാണ്. പഠിച്ചു വെച്ചോണേ. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം എവിടെയാണ്? സൂററ്റിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം എവിടെയാണ്? സൂററ്റിലാണ്. പഠിച്ചിരുന്നു. ചോദിക്കും. മസ്തിഷ്ക ശസ്ത്രക്രിയ ഗർഭസ്ഥ ശിശുവിൽ അമേരിക്ക. കാരേക്കുടി മണി മൃദംഗ വിദ്വാൻ. ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിടം സൂററ്റ്. പറഞ്ഞ പോയിന്റുകൾ വ്യക്തമാണ്. അടുത്ത പോയിന്റ്, IPL. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെ. കഴിഞ്ഞ വർഷം 2023 IPL കിരീടം നേടിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. എന്നാൽ ഇവിടുത്തെ ചോദ്യം, IPL 1000 മത്സരം, IPL 1000 മത്സരം കഴിഞ്ഞു. 1000ാമത്തെ മത്സരം ആരൊക്കെ തമ്മിൽ? മുംബൈയും രാജസ്ഥാനും തമ്മിലായിരുന്നു. IPL 1000ാമത്തെ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? മുംബൈയും രാജസ്ഥാനും തമ്മിലായിരുന്നു. ആര് ജയിച്ചു? IPL 1000ാമത്തെ മത്സരം. 1000ാമത്തെ മത്സരം ആര് ജയിച്ചു? മുംബൈ ജയിച്ചു. IPL 1000ാമത്തെ മത്സരം ജയിച്ചത് മുംബൈയാണ്. അടുത്ത പോയിന്റ്, ഏകദിന ക്രിക്കറ്റിൽ 500 വിജയങ്ങൾ പൂർത്തിയാക്കിയ മൂന്നാമത്തെ രാജ്യം ഏത്? ഏകദിന ക്രിക്കറ്റിൽ 500 വിജയങ്ങൾ പൂർത്തിയാക്കിയ മൂന്നാമത്തെ രാജ്യം, ദാറ്റ് ഈസ് പാകിസ്ഥാൻ. ഒന്ന് ഓസ്ട്രേലിയ, 2 ഇന്ത്യ, 3 പാകിസ്ഥാൻ. ഏകദിന ക്രിക്കറ്റിൽ 500 വിജയങ്ങൾ പൂർത്തിയാക്കിയ മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാൻ. 1 ഓസ്ട്രേലിയ, 2 ഇന്ത്യ, 3 പാകിസ്ഥാൻ. പഠിച്ചിരിക്കുക. അടുത്തത്, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി. ആദ്യത്തെ സഞ്ചാരി എന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കണം. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയുടെ പേരെന്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയുടെ പേര് സുൽത്താൻ അൽ നെയ്ദി. സുൽത്താൻ അല്ലെ, സുൽത്താനെ എന്നൊക്കെ കേൾക്കുന്നില്ലേ? സുൽത്താൻ അൽ നെയ്ദി. പേര് പഠിച്ചോളൂ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയുടെ പേരാണ് സുൽത്താൻ അൽ നെയ്ദി. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി എന്നാണ് ചോദ്യമെങ്കിൽ സുഹൃത്തുക്കളെ അവിടെ അലക്സി ലിയനോവ് എന്നാണ് പേര്. അലക്സി ലിയനോവ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി ഇദ്ദേഹമാണ്. അലക്സി ലിയനോവ് ആണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയുടെ പേരാണ് സുൽത്താൻ അൽ നെയ്ദി. പേര് പഠിച്ചു വെച്ചോണ്ട്, സുൽത്താൻ അൽ നെയ്ദി. ഇനി ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ അല്ലെ. ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം.
ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് നമുക്കറിയാമല്ലോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ എന്താണ് സെക്രട്ടേറിയറ്റ് മന്ദിരം നിലവിൽ വന്നത് തെലങ്കാനയിലാണ്. പോയിന്റ് ഓർത്തു വെച്ചോണം. അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. തെലങ്കാന. അടുത്ത പോയിന്റ്, അടുത്തിടെ അന്തരിച്ച ഒരു വ്യക്തിയാണ് കൗർ സിംഗ്. കൗർ സിംഗ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം. കൗർ സിംഗ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ദാറ്റ് ഇസ് ബോക്സിംഗ്. കാരേക്കുടി മണി മൃദംഗ വിദ്വാൻ. കൗർ സിംഗ് ബോക്സിംഗ് മാറിപ്പോയില്ലേ? കൗർ സിംഗ് ബോക്സിംഗ്, സിംഗ്, കൗർ സിംഗ് ബോക്സിംഗ്. കണ്ടോ? കൗർ സിംഗ് ബോക്സിംഗ് പഠിച്ചിരിക്കുക. അജയ വാര്യർ. അജയ വാര്യർ, അജയ വാര്യർ എന്ന് പറയുന്നത് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. അജയ വാര്യർ, അജയ വാര്യർ പരീക്ഷയ്ക്ക് ചോദിക്കാം. അജയ വാര്യർ ആരൊക്കെ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അജയ വാര്യർ ആരൊക്കെ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിച്ചോളൂ. ഇന്ത്യ യു കെ. ഇന്ത്യയും യു കെയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ അജയ വാര്യർ. അജയ വാര്യർ. ഓക്കെ. ഇനി അടുത്തത് നമുക്കറിയാം രാജാ രവിവർമ്മ. ചിത്രകാരനാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ 175 ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജാ രവിവർമ്മയുടെ 175 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ചിത്രത്തിന്റെ പേര്, രാജാ രവിവർമ്മയുടെ 175 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ പേരാണ് ദ പാഴ്സി ലേഡി. ദ പാഴ്സി ലേഡി. അനാച്ഛാദനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേരാണ് ദ പാഴ്സി ലേഡി. ദ പാഴ്സി ലേഡി. ഓർത്തു വെച്ചോളൂ. അടുത്തത് സ്മോക്ക് ആൻഡ് ആഷസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം ആരുടെ കൃതിയാണ്? സ്മോക്ക് ആൻഡ് ആഷസ് എന്നുള്ളത് ആരുടെ കൃതിയാണ്? പേര് ഓർത്തു വെച്ചോളൂ. അമിതാഭ് ബച്ചൻ അല്ല കേട്ടോ, അമിതാഭ് ഘോഷ് കേട്ടോ. സ്മോക്ക് ആൻഡ് ആഷസ്, സ്മോക്ക് ആൻഡ് ആഷസ് ആരുടെ കൃതി? അമിതാഭ് ഘോഷ്. ജ്ഞാനപീഠം ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അമിതാഭ് ഘോഷ്. 2018 ജ്ഞാനപീഠം നേടുന്ന, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ അമിതാഭ് ഘോഷ്. 2018 നേടുന്നത്. ഈ അമിതാഭ് ഘോഷിന്റെ പുതിയ കൃതിയാണ് സ്മോക്ക് ആൻഡ് ആഷസ്. സ്മോക്ക് ആൻഡ് ആഷസ് എന്നുള്ളത് ഓർത്തു വെച്ചു അമിതാഭ് ഘോഷ്. അടുത്ത പോയിന്റ്, എന്റെ പ്രിയ കഥകൾ. എന്റെ പ്രിയ കഥകൾ, എന്റെ പ്രിയ കഥകൾ ആരുടെ കൃതി? പി എസ് ശ്രീധരൻ പിള്ള. പി എസ് ശ്രീധരൻ പിള്ള. ഓർത്തു വെച്ചോളൂ. എന്റെ പ്രിയ കഥകൾ, എന്റെ കഥകളല്ല, എന്റെ പ്രിയ കഥകൾ, എന്റെ പ്രിയ കഥകൾ. പി എസ് ശ്രീധരൻ പിള്ള. പി എസ് ശ്രീധരൻ പിള്ള. അടുത്തത് കേരള ഹിസ്റ്ററി ഒക്കെ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം കുമാരനാശാന്റെ കൃതിയാണ് കരുണ എന്നുള്ളത് പഠിക്കാറുണ്ട്. കുമാരനാശാന്റെ കൃതിയാണ് കരുണ. കുമാരനാശാന്റെ കൃതിയായ കരുണ ചലച്ചിത്രാവിഷ്കാരം, സിനിമയാണ് വാസവദത്ത. കരുണയുടെ ചലച്ചിത്രാവിഷ്കാരത്തിന്റെ പേരാണ് വാസവദത്ത. അപ്പൊ കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ പേരെന്ത്? വാസവദത്ത. വാസവദത്ത. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. റസ്കിൻ ബോണ്ട് പുതിയ കൃതിയുണ്ട്. ദ ഗോൾഡൻ ഇയേഴ്സ്. ആരുടെ കൃതിയാണ് ദ ഗോൾഡൻ ഇയേഴ്സ്? പരീക്ഷയ്ക്ക് ചോദിക്കും. റസ്കിൻ ബോണ്ട് പഠിച്ചോണം. റസ്കിൻ ബോണ്ടിന്റെ കൃതിയാണ് ദ ഗോൾഡൻ ഇയേഴ്സ്. ദ ഗോൾഡൻ ഇയേഴ്സ്. നമ്മൾ സ്മോക്ക് ആൻഡ് ആഷസ് അമിതാഭ് ഘോഷ്, എന്റെ പ്രിയ കഥകൾ പി എസ് ശ്രീധരൻ പിള്ള. ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടേതാണെന്ന് ചോദിച്ചാൽ റസ്കിൻ ബോണ്ട്. ഓരോന്നും പഠിക്കുക. ഇനി അടുത്തത് സുഡാനിൽ ആഭ്യന്തര പ്രശ്നമാണല്ലോ. സുഡാനിൽ ആഭ്യന്തര പ്രശ്നമാണ്. അവിടുള്ള ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കണം. സുഡാനിലെ ആഭ്യന്തര പ്രശ്നം മൂലം സുഡാനിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി പഠിച്ചു വെച്ചോണം. എന്താണ് ഞാൻ പറഞ്ഞത്? സുഡാനിലെ ആഭ്യന്തര പ്രശ്നം മൂലം
സുഡാനിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി പഠിച്ചു വെച്ചോണം. ഓപ്പറേഷൻ കാവേരി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും നദിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യാം. നദി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവില്ലേ. ഓപ്പറേഷൻ കാവേരി, സുഡാനിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യൻ നാവികസേന സുഡാനിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായിട്ട് ഒരു കപ്പൽ ഉണ്ട്. അതിന്റെ പേരാണ് INS സുമേധ. INS സുമേധ. സുഡാനിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന്റെ പേരാണ് INS സുമേധ. സുഡാൻ സുമേധ. സുഡാൻ സുമേധ. ഓർത്തു വെക്കൂ. ഇനി അടുത്തത് ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഏപ്രിൽ 23. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണല്ലോ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ, പഠിച്ചു വെച്ചോണം. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. 2023 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് ഇൻഡിജിനിയസ് ലാംഗ്വേജസ്. ഇൻഡിജിനിയസ് ലാംഗ്വേജസ്. 2023 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് ഇൻഡിജിനിയസ് ലാംഗ്വേജസ്. ഓക്കെ. ഇനി അടുത്തത് വ്യോമസേനയിൽ, കരസേന, വ്യോമസേന, നാവികസേന, വ്യോമസേനയിൽ ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിത ആര്? പരീക്ഷയ്ക്ക് ചോദിക്കാമല്ലോ. വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് വരാം. വ്യോമസേനയിൽ നിന്നുള്ള ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിതയുടെ പേരാണ് ദീപിക മിശ്ര. ദീപിക പദുക്കോണില്ലേ, ഇത് ദീപിക മിശ്ര. വ്യോമസേനയിൽ ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയുടെ പേരാണ് ദീപിക മിശ്ര. ദീപിക മിശ്ര. ഇനി അടുത്ത പോയിന്റ്, ISROയുടെ പുതിയ ഒരു ദൗത്യം PSLV-C 55. PSLV. വാട്ട് ഈസ് PSLV? പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് പൂർണ്ണരൂപം. PSLV-യുടെ C-55 എന്ന് പറയുന്ന വാഹനം, PSLV-യുടെ C-55 എന്ന് പറയുന്ന വാഹനം സിംഗപ്പൂരിന്റെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതിന്റെ പേരൊന്ന് പഠിച്ചു ചോദിച്ചു. ടെലോസ് സെക്കൻഡ്, ലൂമിലൈറ്റ് 4, ടെലോസ് സെക്കൻഡ്, ലൂമിലൈറ്റ് 4 എന്നിങ്ങനെയുള്ള 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ, സിംഗപ്പൂരിന്റെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഇന്ത്യയുടെ വാഹനമായ PSLV-C 55 ഉപയോഗിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ PSLV-C 55 സിംഗപ്പൂരിലെ 2 കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതിന്റെ പേരാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പേര്? ടെലോസ് 2, ലൂമിലൈറ്റ് 4. അടുത്ത പോയിന്റിലേക്ക് പോവാം. കർമ്മചാരി എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. എന്താണ്? പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് കർമ്മചാരി. ഈ കർമ്മചാരി പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് കൊച്ചിയിലാണ്. എവിടെ? കൊച്ചി. പഠിച്ചോ? കൊച്ചിയിലാണ്. അടുത്ത പോയിന്റ് ഏപ്രിൽ 22. ഇവിടെ ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിൽ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അപ്പൊ ലോക ഭൗമദിനം ഏപ്രിൽ 22. അതിന്റെ പ്രമേയമാണ് 2023 പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. പോയിന്റ് പഠിച്ചു നോക്കൂ. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അടുത്ത പോയിന്റ് എ സേതുമാധവൻ. അങ്ങനെയാണ് ഒറിജിനൽ പേര്. സേതു എന്ന് വിളിക്കും. സേതു പറയട്ടെ. എന്താണ് പോയിന്റ്? 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സേതു. കിട്ടിയോ? 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സേതു. ഓക്കെ. ഈ സേതു എന്ന് പറയുന്ന എ സേതുമാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? പാണ്ഡവപുരം.
പാണ്ഡവപുരം, അടിമകൾ, കിരാതം, മറുപിറവി, കൈമുദ്രകൾ, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴികൾക്കപ്പുറം. ഇതൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ അത് പഠിക്കുക. പെൺകുട്ടി അല്ലേ, പെൺകുട്ടി, കൊച്ചു പെൺകുട്ടികളുടെ സൗണ്ട് എങ്ങനെയാ? കിളിമൊഴി പോലല്ലേ. അപ്പോൾ ആറാമത്തെ പെൺകുട്ടി കിളിമൊഴികൾക്കപ്പുറം കണക്ട് ചെയ്തു. ആറാമത്തെ പെൺകുട്ടി കിളിമൊഴികൾക്കപ്പുറം. അടുത്തെന്താണ്? പാണ്ഡവർ അല്ലെ, പാണ്ഡവപുരം, മറുപിറവി, കൈമുദ്രകൾ, പാണ്ഡവരുടെ കൈ, പാണ്ഡവപുരം, കൈമുദ്രകൾ, പാണ്ഡവരുടെ കൈ, പഞ്ചപാണ്ഡവർ, അവരുടെ കൈ ആലോചിക്കൂ. പാണ്ഡവപുരം, കൈമുദ്രകൾ. കൈമുദ്ര, കൈകന്തി കൊടുക്കുന്നു, അടി കൊടുക്കുന്നു, അപ്പൊ അടിമകൾ. അതൊരു കിരാതമാണ്. കിരാതൻ എന്നൊക്കെ വിളിക്കാറില്ലേ? കിരാതം. പാണ്ഡവപുരം, കൈമുദ്രകൾ, അടിമകൾ, കിരാതം, പിന്നെ മറുപിറവി. കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് ഓർത്തുമേൽ വെച്ചോ, കിട്ടും. ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴികൾ ഒക്കെ ആരുടെ കൃതിയാ? സേതു. അപ്പം അതെന്ത് ചെയ്യണം? ഓർത്തോണം. പാണ്ഡവപുരം, കൈമുദ്രകൾ, അടിമകൾ, കിരാതം, മറുപിറവി, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴികൾ, ഇതൊക്കെ ആരുടെ കൃതിയാണ്? സേതു അല്ലെങ്കിൽ എ സേതുമാധവൻ. അടുത്ത പോയിന്റിലേക്ക് വരാം. ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത്? ദാറ്റ് ഈസ് കേരളമാണ് കേട്ടോ. ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. അടുത്തത് മണൽ സമാധി. അങ്ങനല്ല കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. റേത്ത് സമാധി. ഇങ്ങനെ കേട്ടിട്ടില്ലേ? എന്തൽ ദ ടോംബ് ഓഫ് സാൻഡ്. കാര്യം പറയാം, ശ്രദ്ധിക്കൂ. ഗീതാഞ്ജലി ശ്രീ, ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഗീതാഞ്ജലി ശ്രീ. അവരുടെ കൃതിയാണ് റേത്ത് സമാധി. അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ പേരാണ് ദ ടോംബ് ഓഫ് സാൻഡ്. ദ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന കൃതിക്ക് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2022 ലഭിച്ചു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റേത്ത് സമാധി എന്ന് എഴുതിയത് കൃതി ആരുടെ? ഗീതാഞ്ജലി ശ്രീ. അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ദ ടോംബ് ഓഫ് സാൻഡ്. അതിന് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2022 കിട്ടി. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഗീതാഞ്ജലി ശ്രീ. ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ഇന്ത്യയിലോട്ട് വരുന്നത്. അത് കിട്ടിയല്ലോ. ഇനി ഈ റേത്ത് സമാധി എന്ന് പറയുന്ന കൃതിയുടെ മലയാളം തർജ്ജമയുടെ പേരാണ് മണൽ സമാധി. മനസ്സിലായോ? റേത്ത് സമാധി എന്ന കൃതിയുടെ മലയാളം തർജ്ജമയുടെ പേരാണ് സുഹൃത്തുക്കളെ മണൽ സമാധി. ഇനി ആരാ തർജ്ജമ ചെയ്തത്? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? കെ വനജ കേട്ടോ. മലയാളത്തിലേക്ക് മണൽ സമാധി എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? കെ വനജ. പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് കുടുംബശ്രീ. കേട്ടിട്ടുണ്ട് കുടുംബശ്രീയുടെ സരസ്മേളയ്ക്ക് വേദിയായത് എവിടെ? പരീക്ഷയ്ക്ക് ചോദിക്കാം. കൊല്ലം. പഠിച്ചു വെച്ചോണം കേട്ടോ. കുടുംബശ്രീയുടെ സരസ്മേളയ്ക്ക് വേദിയായത് എവിടെ? കൊല്ലം. ഈ സരസ്മേള കുടുംബശ്രീയുടെ മേളയാണെന്ന് മനസ്സിലായി, കൊല്ലത്താന്ന് മനസ്സിലായി. അതിന്റെ ഭാഗ്യചിഹ്നം നീലു എന്ന പെൺകടുവ കേട്ടോ. നീലു എന്ന പെൺകടുവ. സരസ്മേളയുടെ ഔദ്യോഗിക അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം എന്ത്? നീലു എന്ന പെൺകടുവ. ആ പോയിന്റും വ്യക്തമായ സ്ഥിതിക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു. എന്തിന്? ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അനുമതി ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് നിലവിൽ വരുന്നത്? ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം ജില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല.
ചെറുവള്ളി എസ്റ്റേറ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോ നമ്മൾ ഇവിടെ പഠിച്ചത് 2023 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫാക്ടുകളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മസ്തിഷ്ക ശസ്ത്രക്രിയ USA, കരേക്കുടി മണി, കോർപ്പറേറ്റ് കെട്ടിടം സൂററ്റ്, 1000 മത്സരം IPL, ODIയിൽ 500 ഏകദിനം 500 വിജയം പൂർത്തിയാക്കിയ 3ാമത്തെ രാജ്യം പാകിസ്ഥാൻ, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി, അംബേദ്കറിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം, കൗർ സിംഗ് മരിച്ചു, അജയ വാര്യർ ഇന്ത്യ UK തമ്മിൽ, രാജാരവിവർമ്മയുടെ 175ാം ജന്മവാർഷികം, സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്നത് അമിതാഭ് ഘോഷ്, എന്റെ പ്രിയ കഥകൾ PS ശ്രീധരൻപിള്ള, കരുണ കുമാരനാശാന്റെ സിനിമ വാസവദത്ത, അതുപോലെ ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ട്, ഓപ്പറേഷൻ കാവേരി സുഡാൻ, ഏപ്രിൽ 23 അന്താരാഷ്ട്ര പുസ്തക ദിനം, ഇൻഡിജീനിയസ് ലാംഗ്വേജസ്, വ്യോമസേനയുടെ ധീരതയ്ക്കുള്ള വനിതയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ദീപിക മിശ്ര, PSLVC 55 പറഞ്ഞു, കർമ്മചാരി, ഏപ്രിൽ 22 ഭൗമദിനം, അതിന്റെ പ്രമേയം പറഞ്ഞു, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പറഞ്ഞു, സേതുവിന്റെ കുറച്ച് കൃതികൾ പറഞ്ഞു, അല്ലെങ്കിൽ സേതു മാധവൻ എന്നാണ് പേര്, ജലബജറ്റ്, മണൽ സമാധി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, സരസ് മേളയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ചെറുവള്ളി എസ്റ്റേറ്റിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പൊ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്